ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 28-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നതായിട്ടുള്ളത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി നെഗോഷിയേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസിൽ ഇന്ത്യയുടെ പ്രൊപ്പോസൽസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി എന്ന് പറയുന്നത്? പേരിൽ തന്നെയുണ്ട്, പ്ലാസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റി അറൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു എഗ്രിമെന്റിലേക്കുള്ള വഴിയാണ്, പ്രത്യേകിച്ചും ലോകരാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി, എന്താണ് ഇന്ത്യയുടെ പ്രൊപ്പോസൽ എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, പ്രത്യേകിച്ചും ഈ ഒരു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് എന്ന് ഓർത്ത് വെക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലോബലി ഈ ഒരു പ്ലാസ്റ്റിക്സിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം കുറച്ച് ആ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ ട്രീറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ പ്രത്യേകിച്ചും ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഒരു മൂവ് സൗത്ത് കൊറിയയിലെ ബുസാനില് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു പ്രതിനിധിയായിട്ട് പറഞ്ഞു, അതായത് ഈ ഒരു പ്ലാസ്റ്റിക് കൺട്രോളുമായിട്ട് കോംപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഡെവലപ്പിംഗ് കൺട്രീസ് മാത്രമല്ല. ഇങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസ് കോംപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ ലോസിനെ കോമ്പൻസേഷൻ നൽകേണ്ടത് ഡെവലപ്ഡ് കൺട്രീസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ആവശ്യം എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ സൗത്ത് കൊറിയൻ സിറ്റി ആയിട്ടുള്ള ബുസാനിലാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നതായിട്ടുള്ളത്. അതിലാണ് ഇന്ത്യ പറഞ്ഞുള്ളത്, അതായത് എന്തുകൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രീസ് അതിന്റെ കോസ്റ്റ് ബിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, കാരണം ഡെവലപ്ഡ് കൺട്രീസിന്റെ കയ്യിൽ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അതായത് പ്ലാസ്റ്റിക്കിനെ നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അതിന്റെ ഉപയോഗത്തിന് ശേഷം അതിനെ പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജീസ് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ലോണിന്റെ രൂപത്തിലൊക്കെ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ബിയർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്, ഒരു ഫൈനാൻഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആവശ്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിലുള്ള ഫൈനാൻഷ്യൽ മെക്കാനിസത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക ഫണ്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബോഡിയും വേണം. ഈ ഒരു ഡെഡിക്കേറ്റഡ് ബോഡി കൃത്യമായിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് യൂസ് ഉപയോഗം കുറക്കാനും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി എന്ന് പറഞ്ഞാൽ? ഗ്ലോബൽ പ്ലാസ്റ്റിക്സ് ട്രീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, എല്ലാ രാജ്യങ്ങൾക്കും നിയമപരമായിട്ട് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടും പ്ലാസ്റ്റിക് പൊല്യൂഷനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 2021 തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5th UN എൻവയോൺമെന്റ് അസംബ്ലി നെയ്റോബിയിൽ കെനിയയിൽ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിവിധ രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ വന്നിട്ട് ചർച്ചകൾ ചെയ്ത് ഇത്തരത്തിലൊരു ട്രീറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ആദ്യം ഒരു അഡ്ഹോക്ക് ഓപ്പൺ എൻഡഡ് വർക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് ദക്കറിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സെനഗലിലെ ദക്കറിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉറുഗ്വായിലും പാരീസിലും നെയ്റോബിയിലും ഒക്കെ മീറ്റിംഗുകൾ നടന്ന് ഇതിന്റെ ഈ ഒരു 4th സെഷൻ ഈ ഒരു വർഷം കാനഡയിലും നടക്കും. ഏപ്രിൽ മാസത്തില് നടന്നിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രീറ്റി, ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ ഡിസ്കഷൻസ് നടക്കുന്നതിന് ഓർക്കുക, ഇതൊരു കംപ്ലീറ്റ് ട്രീറ്റി ആയിട്ട് വന്നിട്ടില്ല. ആ ഒരു ഡിസ്കഷൻസിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ആവശ്യം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി വളരെ വേഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും പൊല്യൂഷനെ കുറക്കുന്നതിന് വേണ്ടി സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ഇന്ത്യയിലെ ചൈൽഡ് മാരേജസ് അല്ലെങ്കിൽ ബാലവിവാഹങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഏകദേശം 2 ലക്ഷത്തോളം ബാലവിവാഹത്തെ ഒരു വർഷത്തിനുള്ളിൽ തടയാൻ പറ്റി എന്നാണ് വുമൻ ആൻഡ് ചൈൽഡ് മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാലവിവാഹ് മുക്ത് ഭാരത് എന്ന ആശയത്തോടു കൂടിയിട്ടാണ് മിനിസ്ട്രി പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ചൈൽഡ് മാരേജുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വാർത്ത എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.